ഇവിടെ ഒരു പരിപാടി നടക്കുന്ന അപ്പൊ ഞാൻ ഇതുവഴി പോയപ്പോ കണ്ടതാണ്. നേരത്തെ ഒരു പാടിയല്ല ആടാട് ആടാട് ആ പാട്ട് കേട്ടിട്ടാണ് കയറിയത്. ആ പാടിയ ചേച്ചി ഇവരോട് എങ്ങനെ ഉണ്ടാട് അയ്യോ ഇതാ ഇരിക്കണേ അല്ല എനിക്കൊരു പരിപാടി ഞാൻ കൂടെ ഒന്ന് ചെയ്യാനുള്ള ഒരു അവസരം തന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആർട്ടിസ്റ്റ് ഒന്നുമില്ല, എന്നാലും എന്റെ ഈ ശരീരത്തിൽ നിന്ന് വരാൻ പറ്റുന്ന എന്തെങ്കിലും സൗണ്ട് ഞാൻ ചെയ്യും. ഒരുപാട് പേര് ഇവിടെ പാട്ട് പാടാനായിട്ട് നിൽക്കുകയാണ്. മിമിക്രിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, താനൊരു സ്റ്റാർ ചെയ്യുകയാണെങ്കിൽ ബദലായിട്ട് ഞാനൊരു സ്റ്റാർ ചെയ്യാം. അത് ശരി. അന്ന് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയേറ്ററിലൊക്കെ കേൾക്കണ ഒരു പരസ്യം ഉണ്ടല്ല, ഗോപൻ സാറിൻ്റെ. അപ്പൊ ആ ഒരു പരസ്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഗോപൻ സാറിന് അന്തരിച്ചു പോയ ഗോപൻ സാറിന്. ആ അപ്പൊ തിയേറ്ററിൽ സിനിമ കാണാൻ പോകാത്തവരായിട്ട് ആരുമില്ല. അപ്പൊ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പരസ്യം കാണും. അപ്പൊ ഞാൻ ആ പരസ്യം ചെയ്യാണ്. എൻ്റെ ശരീരത്തിൽ നിന്ന് വരണതാണ്. കണ്ടല്ലോ എൻ്റെ ശരീരം അങ്ങനെ ഇരിക്കണം. ഇതിൽ നിന്ന് വരണ സൗണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കളെ നല്ല കയ്യടി തരണം. ഓക്കെ? സന്തോഷമാഗ്രഹിക്കാത്തത് ഒരു ശരാശരി പുകപ്പറ്റിക്കാരൻ്റെ ശ്വാസകോശം പരിശോധിക്കുകയാണെങ്കിൽ അത് ഏകദേശം ഇത്രത്തോളം ഉണ്ടാകും. അത് മതി നിങ്ങളെ ഒരു രോഗിയാക്കാൻ. വലിയ രോഗി അല്ലയോ ഗോപാല, നീ അറിഞ്ഞില്ലേ? ഞാനിന്ന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു പരിപാടിക്ക് വരികയാണ് ഗോപാല. പരിപാടി കണ്ട് ആസ്വദിക്കുവാൻ ടോൾ ഫ്രീ നമ്പറായ 188070 മിസ് കോൾ ചെയ്യൂ ഗോപാല. താങ്ക് യു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു കൈകെട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ തമിഴകത്തേക്ക് പോകും. തമിഴകത്തിന്റെ ഇവിടുത്തെ ഒരു സൂപ്പർ താരമുണ്ട്, വിജയ് സേതുപതി. சார் நான் சொல்றேன் சார், இப்போ பிரச்சனை பார்க்கலா, அந்த பிரச்சனைக்கு காரணம் வந்து பாரு. ஒரு கதையில இது நல்லவா இப்ப கெட்டவன சாய்ஸ் கொடுத்தா சூஸ் பண்ண ரொம்ப ஈஸி. அந்த கதையில ரெண்டு பேருமே கெட்டவங்க. ஐயோ ஆக்சுவலா பார்க்க விളിച്ച് അത് ഒക്കെ ബേബേ ഇതൊക്കെ പറയാൻ ഞാൻ കൈയടിക്കാൻ കേട്ടോ. ഞങ്ങൾ രണ്ട് കൊല്ലക്കാരാണ്. കൊല്ലം ജില്ലയിലെ ചടയമംഗലവും കൊല്ലം ജില്ലയിലെ കല്ലടയും. അലിയ നമ്മ അടുത്തടുത്ത് വഴിയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നാണ്. അടുത്ത അലിയനെ കണ്ടു നന്നായി. തിരിച്ചെൻ്റെ വണ്ടിക്കൂലിയില്ല, അലിയൻ തന്നെ എടുക്കണം. ഓക്കെ? അപ്പൊ എന്തായാലും ഓക്കെ. അടുത്ത ഞാൻ മറ്റൊരു അലിയൻ തമിഴ് എടുത്ത സ്ഥിതിക്ക് ഞാനും ഒരു തമിഴ് എടുക്കാം. വേറെ ആരുമില്ല, നമ്മുടെ സിംഗം 2-ലൊക്കെ ഉണ്ടായിരുന്ന മൊട്ട രാജേന്ദ്രൻ. അപ്പൊ നമ്മള് വിക്രം, കൈദി, മാസ്റ്റേഴ്സ് തുടങ്ങിയ സിനിമകളിൽ സുന്ദരനായിട്ടുള്ള വില്ലൻ ഉണ്ടായിരുന്നു. നമ്മളെ കമലഹാസൻ നായനായിട്ടുള്ള വിക്രം എന്ന സിനിമയിൽ ക്ലൈമാക്സിൽ സൂര്യയുടെ എൻട്രി ഉണ്ടല്ലോ. സൂര്യ ഇങ്ങനെ വരുന്ന സമയത്ത് സൂര്യ നോക്കുമ്പോൾ അവരുടെ അധോലോകം ആകെ ശിഥിലമായി കിടക്കുകയാണ്. അപ്പൊ ചോദിക്കും ആരാണ് നമ്മളുടെ അധോലോകം ഇങ്ങനെ ശിഥിലമാക്കിയിരിക്കുമ്പോൾ ആ ക്രൗഡിന്റെ ഇടയിൽ നിന്ന് ഒരു വോയിസ് ഓവറുണ്ട്. കേട്ടോ? അർജുൻ ദാസ്, അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യമായി മലയാളം മിമിക്രി വേദിയിൽ അവതരിപ്പിച്ചത് ഞാനാണ്. അദ്ദേഹത്തിന്റെ വോയിസ്. ഒരു കയ്യടി കൊടുക്കുമക്കളെ. എനക്ക് അഡീഷണൽ ഫിറ്റിംഗ് വല്ലതും ഉണ്ടാടാ? ഇത് സ്വന്തം തൊണ്ടേന്ന് വരുന്നത്. എവിടെ നിന്നൊക്കെ ഈ സൗണ്ട് വരണത്? ഓക്കെ, അടുത്തത് പറയും. അപ്പൊ എന്തായാലും അടുത്തൊരു വോയിസ് ചെയ്യാം. വീട്ടമ്മമാർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു വോയിസാണ് നമ്മുടെ വെള്ളാപ്പള്ളി സാറിന്റെ. അതായത് വീട്ടിൽ ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ഗ്യാസ് കുറ്റി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണം. അപ്പൊ ആ വോയിസ് ഒന്ന് ചേഞ്ച് ആവും. അതിൽ നിന്ന് വെള്ളാപ്പള്ളി സാറിലോട്ട് പോവാം. ഞാന് ഇതുവഴി വന്നപ്പോൾ ഇവിടെ ഒരു ഉത്സവം നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ വന്നിരിക്കുന്നത് ഈ പച്ച ലൈറ്റൊക്കെ അങ്ങ് മാറ്റിയിട്ട് മഞ്ഞ ലൈറ്റ് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഏത് ഓക്കെ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിൽ ശോഭനയുടെ അച്ഛനായിട്ടുള്ള തമിഴ് ഒരു കൗണ്ടർ ഉണ്ട്, വിനോദ് ചക്രവർത്തി. അദ്ദേഹത്തിന്റെ വോയിസ്. டேய் தம்பி, நீ கேட்கிற வரைக்கும் இந்த ஸ்பிரிட்டை கிளிக்காது. இதோ பாரு, இந்த ஆண்டுபட்டு வீரபாண்டி தெருவுல வேலை சொல்லிட்டா அது மாறவே மாட்டார். முடிஞ்சா நான் சொல்ற வேலைக்கு ஸ்பிரிட் எடுத்துக்கோ, இல்லைன்னா இடத்தை விட்டு காலி பண்ண. டேய் ஆம்பளை சிங்கம், ஊருக்கு படி திருப்பி போனோம், முழுசா போனோமா இல்ல 2 துண்டா பார்சல் பண்ணி அனுப்புமா? ഞാൻ എൻ്റെ അടുത്ത് കലിക്കണ എന്ത്? നിന്റെ അടുത്താണ് കളിക്കുന്നത്. ഞങ്ങളോട് മര്യാദയ്ക്ക് പാട്ട് പാടിക്കൊണ്ടിരുന്ന സ്റ്റാർ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ? ഞാൻ ഒരു 2 സ്റ്റാർ ചെയ്യാൻ കയറി വന്നോട്ടേ എന്ന് ചോദിച്ചാണ്. ആണോ? ഞാൻ ഇങ്ങനെ കിടന്ന് എൻ്റെ അടുത്ത് കളിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും സ്റ്റാർ ചെയ്യാനുണ്ടോ? ഞാൻ ഇനി അടുത്ത് നമ്മുടെ മധുസാറിന്റെ തുടരും എന്ന സിനിമയിൽ മധുസാറാണ് ചെയ്തിരുന്നെങ്കിൽ ജോൺ സാറായിട്ട് മധുസാറാണ് വന്നിരിക്കുന്നത്. ഓക്കെ. 10-25 കൊല്ലമായിട്ട് ഞാൻ ഈ സർവീസിൽ കയറിയിട്ട് ഇതിനിടയിൽ കൊള്ളാവുന്നതും കൊള്ളെഴുതാത്തതുമായിട്ട് എന്തെങ്കിലും ചേറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശികം മാത്രമാണ്. 2 ദിവസം കഴിഞ്ഞ് DYSP മെഡലും വാങ്ങി വീട്ടിലിരുന്നാലും ഈ ജോൺ സാറ് പഴയ ജോൺ സാറ് തന്നെയായിരിക്കും. തൽക്കാലം ഞാൻ അങ്ങോട്ട് പോകുന്നു. എന്താടാ, നിനക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പറയടാ പട്ടി. പ്രത്യേകിച്ച് പറയാനല്ല. ഇനി വേറെ സ്റ്റാർ ചെയ്യുന്നുണ്ടോ? ഇനി ഒരു സത്യം പറയാനില്ല മോനെ, എൻ്റെ കിളി മൊത്തം പോയി, എൻ്റെ സ്റ്റാർ എവിടേക്കേ പോയി കിടക്കണം. അപ്പം വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പം അതിനു മുമ്പ് ഞാൻ നോർമൽ വോയിസിൽ ഒന്ന് അവരോട് സംസാരിച്ചോട്ടെ. അപ്പം എന്തായാലും എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു കൈഡിയെന്നേ. താങ്ക് യു. അപ്പം എന്തായാലും ഓക്കെ, തുടർന്നും നല്ല നാടൻ പാട്ടുകളും സിനിമാ ഗാനങ്ങളും ഒക്കെ കോർത്തിണങ്ങിക്കൊണ്ടുള്ള റിപ്പീറ്റഡ് മ്യൂസിക് ബാൻഡിന്റെ അടിപൊളി ഒരു ഗാനമേളയാണ് നിങ്ങൾക്ക് മുന്നിൽ അരങ്ങേറാൻ പോകുന്നത്. അതോടൊപ്പം ചെറിയൊരു ഫിഗർ ഷോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ആരോടാ? ആ ഫ്രണ്ടിൽ ഇരിക്കണ അമ്മയൊക്കെ സീരിയൽ കാണാത്തിട്ട് സങ്കടത്തിൽ ഇരിക്കുക. അമ്മ സീരിയൽ നാളെയും കാണാം, ഹോട്ട്സ്റ്റാറിൽ കിട്ടും. പക്ഷെ ഈ പരിപാടി ഇന്നേ കിട്ടുള്ളൂ. നല്ലൊരു കൈഡി തന്നെ നോക്കട്ടെ. അമ്മ എന്ന് കാണിച്ച പടക്കം പറ്റുന്ന കൈഡി. താങ്ക് യു. അപ്പൊ എന്തായാലും തുടർന്ന് പരിപാടിയിലേക്ക് കടക്കുകയാണ്. വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പൊടിപ്പൊടി